ഇനി നമ്മളിപ്പോ കാണുന്ന ഈ ഗേറ്റ് ഉണ്ടല്ലോ, ഇതിനെയാണ് അജ്മേരി ഗേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ നൈറ്റ് പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ സെയിം ഗേറ്റ് തന്നെയാണ്. നൈറ്റ് കാണാനും പകല് കാണാനും നല്ല ഡിഫറൻസ് ഉണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇന്നലെ നൈറ്റ് നമ്മൾ ഈ ഗേറ്റ് കടന്നു പോയപ്പോഴാണ് കുറെ പടക്കൊക്കെ പെട്ടി നല്ല രസം ഉണ്ടായിരുന്നില്ലേ, ആ ഗേറ്റ് തന്നെയാണ് ഈ ഗേറ്റ്. ഈ ഒരു ഗേറ്റിൽ പല സീസൺസിന്റെ പെയിന്റിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ കുറച്ച് കളർ മങ്ങിയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്തതാണ്. ശ്രദ്ധിച്ചു നോക്കുവാണെങ്കിൽ പല സീസൺസിന്റെ പെയിന്റിംഗ് ഈ ഒരു ഗേറ്റിൽ അവര് വരച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഈ ഗേറ്റ് ആണ് നമ്മുടെ ബാപ്പു ബസാർ, ജോറി ബസാറിന്റെ ഒക്കെ സ്റ്റാർട്ടിങ് വരുന്ന ഗേറ്റ്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ബാപ്പു ബസാർ ഒക്കെ വരുന്നത്. അതിനുശേഷം ഫ്രണ്ടിലോട്ട് വരുമ്പോഴാണ് നമ്മുടെ ഹവാ മഹൽ വരുന്നത്. നമ്മൾ ഇപ്പൊ എന്തായാലും കയറുന്നില്ല, ഇന്നലെ നൈറ്റ് നമ്മൾ ലൈറ്റ് ഒക്കെ ആയിട്ട് കണ്ടായിരുന്നു. അപ്പോൾ നാളെയാണ് നമ്മൾ ഹവാ മഹലിൽ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഹവാ മഹലൊക്കെ നാളെ കാണാം. അങ്ങനെ പോകുന്ന വഴിയാണ് ദേ നമ്മുടെ ജൽമഹൽ. എനിക്കറിയില്ലായിരുന്നു ഇവിടെയാണ് ജൽമഹൽ. ഞാൻ നാളത്തേക്കാണ് ജൽമഹൽ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. അപ്പൊ പോകുന്ന വഴി എന്തായാലും ജൽമഹൽ കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. എന്തായാലും അകത്തോട്ട് എൻട്രി ഇല്ല, ഇപ്പോഴാണെങ്കിൽ തിരക്കും ഇല്ല, അതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് വ്യൂ ഒക്കെ ആസ്വദിച്ച് പോകാന്ന് വിചാരിച്ചു. വെള്ളത്തിന് നടുക്കാണ്. നേരത്തെ അവിടെ നമുക്ക് കയറി കാണാനൊക്കെ പറ്റുമായിരുന്നു, ബട്ട് ഇപ്പോ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തേക്കാണ്. നമുക്ക് ജൽമഹലിൽ പോകാനൊന്നും പറ്റില്ല.